press the bell icon on the YouTube app and never miss another update. Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഐബ്രോസ് കെയർ റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. ഐബ്രോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖത്തിന്റെ നമുക്ക് ഭംഗി ഫ്രെയിം വരുന്നത് തന്നെ നമ്മുടെ മുഖത്തിന് ഭംഗി കൂട്ടുന്നത് നമ്മുടെ ഐബ്രോസ് നല്ല വൃത്തിയായിരിക്കുമ്പോഴാണ് മുഖത്തിന് ഭംഗി വരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്കിപ്പം ഗ്യാപ്സ് വരും, അതുപോലെ തന്നെ നല്ല കട്ടിയില്ലാത്തത് ഒട്ടും ഭംഗിയില്ലാത്ത ഐബ്രോസ് ആണെങ്കിൽ നമുക്കറിയാം എന്താ വിഷമമായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് മുഖത്തിനൊരു ഭംഗി കിട്ടത്തില്ല. നല്ല കട്ടിയുള്ള നല്ല കറുത്ത ഐബ്രോസ് ആണെങ്കിൽ നമുക്കറിയാം മുഖത്തിന് എത്രമാത്രം വ്യത്യാസം വരുമെന്ന്. അതിനു വേണ്ടി ഞാൻ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഐബ്രോസിനെ നല്ല ഭംഗിയോടെ വളർത്താം, അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്ത് ഇത്തിരി സ്പീഡപ്പ് ചെയ്യാം. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുടിയുടെ അത്രയും വളർച്ചയില്ല, നമ്മുടെ അത്രയും പെട്ടെന്ന് വളരത്തില്ല നമ്മുടെ ഐബ്രോസ്. സോ അതിനു വേണ്ടി നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, അതിന്റെ ഗ്രോത്ത് ഒന്ന് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മറക്കല്ല്. അത് കൂടാതെ തന്നെ ഞാൻ 2 വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം, അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ അധികം താമസിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആവണക്കെണ്ണയാണ് വേണ്ടത്. ആവണക്കെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രമാത്രം ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് വളർത്താനും ആവണക്കെണ്ണ വളരെ ബെനിഫിഷ്യൽ ആണ്. ഇത് ഞാൻ ഏകദേശം 1 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 സ്പൂൺ ആവണക്കെണ്ണ ഇടുക അതിൻ്റെ അകത്തോട്ട്. അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലാതെ നിങ്ങളുടെ ഈ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, പച്ച വെന്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നല്ലതാണ് നമ്മുടെ ഐബ്രോസിന്റെ ഈ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അത് 1 സ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണ ഞാൻ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാസ്റ്റർ ഓയിൽ വളരെ തിക്കായ ഓയിലാണ്. അത് പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡയറക്റ്റ്ലി അത് ഉപയോഗിക്കുമ്പം കണ്ണെരിയുന്നതും അതുപോലെ തന്നെ ചെറിയ ചൊറിച്ചിൽ പോലെ തോന്നുന്നതും. പലർക്കും പല രീതിയിലാണ് കാസ്റ്റർ ഓയിൽ റിയാക്ട് ചെയ്യുന്നത്. ചിലവർക്ക് ഒരു കുഴപ്പം കാണത്തില്ല, ചിലവർക്ക് ചെറിയ ഇറിറ്റേഷൻ പോലെ കാണും. അതുകൊണ്ടൊരു വേറെ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇത് എപ്പോഴും നല്ലത്. അതിനാണ് ഞാനിത് തുല്യ അളവിലെടുത്തത്. 1 സ്പൂണ് കാസ്റ്റർ ഓയിൽ എടുത്തപ്പോൾ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. കാസ്റ്റർ ഓയിലും വിറ്റമിൻ ഇ ഉണ്ട്, പക്ഷെ എന്നാലും ഇച്ചിരൂടെ ഗ്രോത്തിന് ഒരു എക്സലറേഷൻ കൂട്ടാൻ വേണ്ടി, നമുക്ക് വളർച്ച ഇച്ചിരൂടെ വരാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന രീതിയിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളോട് ഉപയോഗിക്കാറുണ്ട്. അന്നേരം ഇച്ചിരൂടെ ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ അതുകൂടെ ഒരെണ്ണം പൊട്ടിച്ചിടുക. ഇത് 1 മാസത്തേക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് 1 വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആവശ്യമുള്ളൂ ഇതിൻ്റെ അകത്ത്. സോ നമുക്കത് പൊട്ടിച്ചിടാം അതിൻ്റെ അകത്തോട്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓയിൽസ് എല്ലാം ആയും കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് ഒരു കണ്ടെയ്നറിൽ, ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണമെങ്കിൽ ഒരു ചെറിയ ടിന്നിലായാലും അല്ലെങ്കിൽ ബോട്ടിലായാലും ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. 1 മാസത്തോളം നമുക്കിത് വെറുതെ നോർമൽ ടെമ്പറേച്ചർ വെളിയിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. പക്ഷെ ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ വെളിയിൽ തന്നെ വെക്കാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ബോട്ടിലോ ഏതെങ്കിലും എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടാണ് അത് എനിക്ക് ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വെച്ചത്. ഞാനിത് യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മസ്കാരയുടെ ഏതെങ്കിലും ബോട്ടിലുണ്ട് തീർന്നു പോയത്, നമുക്ക് എല്ലാവർക്കും അറിയാം മസ്കാര 3 to 6 months മാക്സിമം ഉപയോഗിക്കാവൂ. അത് കഴിഞ്ഞ് അത് ഉപയോഗിച്ചൂടാ, അതിൻ്റെ അകത്തെ യൂസേജ് അത് എക്സ്പയർ ആവുമ്പോഴത്തേക്ക്. ഏതെങ്കിലും പഴയതായ മസ്കാരയുടെ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് കളയല്ലോ ഒരിക്കലും. അതിങ്ങനെയുള്ള DIYs നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നല്ലോണം നിങ്ങൾ വൃത്തിയാക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇങ്ങനെയുള്ള DIY ഓയിലൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലി ഐബ്രോ ഓയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇത് നല്ലതാണ്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് അകമെല്ലാം നല്ലോണം ഞാൻ ക്ലീൻ ചെയ്ത് ഓൾറെഡി വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഓയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഓയിൽ ഇങ്ങനെ നമുക്ക് ഈ മസ്കാരയുടെ ബോട്ടിലൂടെ നിറച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാൻ റിക്കമെൻഡ് ചെയ്യും ദിവസത്തിൽ 2 പ്രാവശ്യം ഒക്കുമെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളിപ്പോൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ, സമയം കിട്ടാത്തവരാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം ഇത് ഐബ്രോസിൽ, അതുപോലെ തന്നെ ഇത് ഈ സൊല്യൂഷൻ നമുക്ക് നമ്മുടെ ഐ ലാഷസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ, ഇതിന്റെ ബെനിഫിറ്റും എന്താണെന്ന്.
ഈ മസ്കാരയുടെ ബ്രഷ് കൊണ്ട് നമുക്ക് നല്ലോണം ഓയിൽ പുരട്ടി കൊടുക്കാം. ഇത് വെച്ച് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷും വെച്ച് നമ്മൾ ചെയ്യാൻ നേരം അവിടുത്തെ ബ്ലഡ് സർക്കുലേഷന് നല്ലോണം അത് ബെനിഫിറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഗ്രോത്തിനെ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതേ രീതി ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിലൂടെ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. ഇതിപ്പോ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ നമുക്ക് കയ്യിലെടുത്ത് വേണേലും മസാജ് ചെയ്യാം, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ. പക്ഷെ അതിനെക്കാട്ടും ബെറ്റർ റിസൾട്ട് ഇങ്ങനെ ബ്രഷും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറയുന്നത്. രണ്ടിലും അതുപോലെ തന്നെ നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. മിനിമം ഒരു 10 to 20 ടൈംസേലും ഒരു കൗണ്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 10 to 20 ടൈംസ് എന്ന രീതിയിൽ ഒരു സൈഡ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.